സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPM നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. CPM മുൻ ബ്രാഞ്ച് അംഗം വെട്ടിക്കൊലപ്പെടുത്തിയ CPM ലോക്കൽ സെക്രട്ടറി PV സത്യനാഥന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. സത്യനാഥന്റെ ദേഹത്ത് 6 മുറിവുകൾ ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് കാരണം വ്യക്തിവിരോധമെന്ന് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിലുള്ള വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഒരു 10 മണിയോടുകൂടിയാണ് അവസാന സമയത്താണ് ഗാനമേളയുടെ. ആ സമയത്ത് ഒരു സൗണ്ട് കേൾക്കുകയും ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ സത്യേട്ടനിവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയും 10 മിനിറ്റിനകം ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു? ആരാണ് ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും ഇല്ല, അത് ഇതൊക്കെ ഞാൻ എത്തുമ്പോഴേക്ക് പുള്ളിക്ക് ബോധമുണ്ടായിട്ടില്ല. സ്ഥലത്തുനിന്ന് ആരെയും കണ്ടൊന്നുമില്ല. അത് കഴിഞ്ഞാണ് അഭിലാഷ് കീഴടങ്ങിയതല്ലേ? അതെ. ഈ അഭിലാഷ് ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളവരാണോ? അടുത്തടുത്ത് വീട്ടുകാരാണ്. ഈ ക്ഷേത്രകാര്യങ്ങളോടൊക്കെ സഹകരിക്കുന്നുണ്ടായിരുന്നു? സത്യയുടെ ക്ഷേത്രകാര്യം മാത്രമല്ല, പൊതുവെ നാട്ടിൽ സോമനും എല്ലാവരും സഹായിക്കുന്ന ഒരാളും കൂടിയാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നാടിനെ നടുക്കിയിരിക്കുകയാണ് മൊത്തം. കാരണം ഈ ഏരിയയിൽ അങ്ങനത്തെ ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടാകാത്തൊരു ഏരിയയാണ്. ഞങ്ങളിവിടെ ഇപ്പോൾ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാനമേള ഇപ്പം തുടങ്ങി ഒരു 1-2 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. ഒരു 8 മണിക്ക് ഗാനമേള തുടങ്ങി ഒരു 10 മണിക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഗാനമേളേൻ്റെ ഈ ഒരു സൗണ്ട് കാര്യത്തിലും ഒക്കെയാണുള്ളത്. എല്ലാവരും ഈ നമ്മളെ പരിപാടി നടക്കുന്നിടത്തിലാണ്. അല്ലാണ്ട് കുറച്ച് പ്രായമായവരൊക്കെ ഇങ്ങനെ മാറിയിരിക്കും. ഈ അമ്പലത്തിൽ തൊട്ടടുത്തുള്ള വീട്ടിലെല്ലാവരും ഇരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നിരുന്നായിരിക്കാം കക്ഷി. അപ്പോൾ നമ്മളൊന്നും കാണില്ല. നമ്മൾ പെട്ടെന്ന് ഗാനമേള നിർത്തിക്കഴിഞ്ഞാലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നത്. ഞങ്ങൾ വളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. അഭിലാഷ് ഈ നാട്ടിൽ തന്നെ ഉള്ള ആളല്ലേ? അടുത്ത അയൽവാസി തന്നെയാണ്? അയൽവാസിയാണ്. നമ്മൾ തൊട്ട് ഈ അമ്പലത്തിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററുള്ള വീട്ടിലേക്ക് ആദ്യമായിട്ട് എത്തിയതാണ് രാത്രി. എത്തിയത് എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്നത് ഞാൻ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഞാൻ പോവുകയാണ് പുറത്തേക്ക്. അതിന് ശേഷമുള്ളതൊന്നും എനിക്കറിയില്ല. ഇറങ്ങിപ്പോവുക. എപ്പോഴായിരുന്നു എത്തിയത്? ഒരു 9:30 മണി ആ സമയത്ത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാത്രമല്ല, മൊത്തം ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും അത് രമ്യമായി പരിഹരിക്കുന്നതിൽ ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ്. കഴിഞ്ഞ സമ്മേളനത്തോടു കൂടിയാണ് പാർട്ടി സമ്മേളനത്തോടു കൂടിയാണ് കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് അദ്ദേഹം വരുന്നത്. ആര് വന്നാലും ഒരു പ്രശ്നമായിട്ട് ചെന്നാൽ അത് രമ്യമായി പരിഹരിച്ചു കൊടുക്കുന്നതിലും പിന്നെ എന്തെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സംഭവം പെരുവട്ടൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ മുമ്പ് 10-25 വർഷം മുമ്പൊക്കെ ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഇദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് തന്നെ വളരെ സൗഹൃദമായ അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് പെരുവട്ടൂരിൽ. ഒരനിഷ്ട സംഭവങ്ങളും പെരുവട്ടൂരുണ്ടാകാറില്ല. ഇദ്ദേഹം ഈ കൊലയാളിയായിട്ട് ഇപ്പം നമ്മൾ കാണുന്ന ആൾ മുമ്പ് ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ അയാൾക്ക് ഒരു 4-5 കൊല്ലമായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവും. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രിയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗാനമേള നടക്കുമ്പോഴാണ് ഈ ഒരു അരുംകൊല നടന്നത്. ഈ പ്രതി പറയുന്നത് വ്യക്തിവിരോധം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ വ്യക്തിവിരോധമാണ് കൊലപാതകത്തിന് കാരണമത്. ഇതൊരു കരുതിക്കുട്ടിയുള്ള കൊലപാതകമായിരുന്നു ഇത്. തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ 6 വർഷം മുമ്പാണ് പാർട്ടിയിൽ നിന്നും അഭിലാഷിനെ പുറത്താക്കിയത്. അത് കേവലം സത്യനാഥിൻ്റെ ഇടപെടൽ മാത്രമല്ല, പാർട്ടി എടുത്ത ഒരു തീരുമാനമായിരുന്നു. കാരണം മദ്യപാനം അടക്കമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അഭിലാഷ് നിരന്തരമായി ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പാർട്ടി താക്കീത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ താക്കീത് കേട്ടും മുന്നോട്ട് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. ഒപ്പം മുൻ നഗരസഭാ ചെയർപേഴ്സൻ്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജോലിയിൽ നിന്ന് മാറ്റി പിന്നീട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി CPM നേതൃത്വത്തിലുള്ള സംഘടനയുടെ ആംബുലൻസ് ഓടിക്കുന്ന ജോലിയും നോക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഈ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല എന്ന് കണ്ടതിനെ തുടർന്ന് അഭിലാഷിനെ ആ ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഇതിനുശേഷം പല ജോലികൾ ചെയ്താണ് ജീവിച്ചു വന്നിരുന്നത്. 6 മാസം വിദേശത്ത് ജോലി നോക്കുന്നതിനായി പോവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ അഭിലാഷ് ഈ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനത്തിൽ, പ്രത്യേകിച്ചും ഈ
ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു. ഇത്തരത്തിൽ അങ്ങേയറ്റം അരക്ഷിതമായ ജീവിത സാഹചര്യം തനിക്കുണ്ടായി എന്നൊരു വിലയിരുത്തൽ അഭിലാഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കാരണം പാർട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു, പാർട്ടി പ്രവർത്തനം വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അതിൽ നിന്ന് പോയി പിന്നീട് വരുമാന മാർഗമെന്ന രീതിയിൽ ഒരു പാർട്ടി സ്ഥാപനങ്ങളുടെ ഡ്രൈവറായി ജോലി നോക്കുമ്പോൾ അത് നാട്ടിലൊരു അന്തസ്സുള്ള ഒരു ജോലിയായി കണ്ടിരുന്നു. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നീക്കം ചെയ്തതും ഒരു പക വളർത്തി. പക്ഷേ എന്തുകൊണ്ട് ഇത്തരം ഒരു മാർഗം അഭിലാഷ് തെരഞ്ഞെടുത്തു എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അഭിലാഷിൻ്റെ വീടും ഈ മരിച്ച സത്യനാഥിൻ്റെ വീടും തമ്മിൽ 100 മീറ്റർ പോലും വ്യത്യാസമില്ല. ഒരു ഇടവഴി കഴിഞ്ഞാൽ അപ്പുറത്താണ് ആ സത്യനാഥിൻ്റെ വീട്. വേണമെങ്കിൽ രാത്രി വീട്ടിലേക്ക് വരുന്ന സമയത്ത് വധിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആളുകളില്ലാത്ത സമയമൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രോത്സവം നടക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു മറുവശത്ത് ആളുകൾ ആഘോഷ തിമിർപ്പിലായി ഗാനമേള ആസ്വദിക്കുന്ന സമയത്ത് അതിന് തൊട്ട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്തിട്ട് എന്തിനു വെട്ടി എന്നതാണ് ഏറെ അത്ഭുതമായി ആളുകൾ ചോദിക്കുന്നത്. അത് ആളുകളെ കൃത്യമായി കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആളുകൾ കൃത്യമായി ഈ ക്രൂരത കാണണം എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണോ എന്ന ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. ഈ കൊലപാതകത്തിന് ശേഷം ചില ആളുകളോട് സത്യേട്ടനെ താൻ തീർത്തു എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഇയാൾ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പോയി അക്ഷോഭ്യനായി കീഴടങ്ങിയത്. അതിനുശേഷം പോലീസ് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും താൻ തനിച്ചാണ് ഈ കൃത്യം ചെയ്തത് എന്നാണ് ഈ അഭിലാഷ് പറയുന്നത്. സത്യനാഥൻ്റെ ശരീരത്തിൽ 6 വെട്ടുപാടുകളാണ് ഉള്ളത്. തലയ്ക്കും കഴുത്തിനും നെഞ്ചിനുമൊക്കെ കാര്യമായി തന്നെ വെട്ടുകളുണ്ട്. അത് കൃത്യമായൊരു ആസൂത്രണം ചെയ്ത ഒരു പ്രൊഫഷണൽ കൊലയാളി ചെയ്യുന്ന വൈദഗ്ധ്യത്തോടു കൂടിയാണ് ഈ കൊല നടത്തിയതെന്നാണ് നമുക്ക് ആദ്യത്തെ ഘട്ടത്തെ ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിൽ നിന്നുമൊക്കെ വ്യക്തമാവുന്ന. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഇത്തരം ഒരു കൃത്യം നടന്നത്. അതായത് കൃത്യമായൊരു തയ്യാറെടുപ്പ് ഇതിനു മുമ്പ് എത്ര പെട്ടെന്ന് പോസ്റ്റ്മോർട്ടവും പൂർത്തിയായിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും ഒരുപക്ഷെ ഈ കൊലപാതകം എത്രത്തോളം ക്രൂരമായിരുന്നു എന്ന വിവരങ്ങളൊക്കെ നമുക്കൊരു പക്ഷേ ലഭിക്കുകയുള്ളൂ. ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ ഈ ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം എപ്പോഴാണ്? ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? ഇൻക്വസ്റ്റിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഈ വെട്ടുകൾ പ്രകടമാണ്. ചുരുങ്ങിയ വെട്ടുകൾ കൊണ്ട് തന്നെ ഈ ആളെ കൊല്ലാനുള്ള ഒരു കാര്യം ചെയ്തു. അത് കൃത്യമായൊരു ആസൂത്രണമുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. വിശദമായ അല്ലെങ്കിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഇനി വരാനേ ഉള്ളൂ. ഉച്ചയോടുകൂടിയാണ്, ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഈ CPM പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഏറ്റുവാങ്ങിയത്. ഇതിനുശേഷം ഇപ്പോൾ വിലാപയാത്രയായാണ് കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിന് മധ്യേ CPMൻ്റെ പ്രാദേശിക കേന്ദ്രങ്ങളിൽ ഈ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. ഇതിനുശേഷം കൊയിലാണ്ടി നഗരസഭ ടൗൺ ഹാളിൽ മൃതശരീരം പൊതുദർശനത്തിന് വെക്കും. 5 മണിയോടുകൂടി വീട്ടിലേക്ക് മാറ്റും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 8 മണിക്ക് വീട്ടിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നും അറിയിച്ചിരിക്കുന്നു. ഒരു മകൾ വിദേശത്താണ്, അവർ ഉച്ചതിരിഞ്ഞ് എത്തുമെന്നാണ്. അനീഷ്, ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തെ 4 പഞ്ചായത്തുകളിലും CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അത് 6 മണിക്ക് ഹർത്താൽ അവസാനിക്കുമോ? എന്താണ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? എന്തായാലും ഈ വലിയ രീതിയിൽ CPMനെ സംബന്ധിച്ച് വലിയ ഒരു ഞെട്ടലോടെയാണ് ഈ സംഭവം കേട്ടത്. നമ്മൾ ആദ്യം ഒരു രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് പോലും സംശയിച്ചിരുന്നു. പിന്നീടാണ് ഈ രീതിയിലൊരു വ്യക്തിപരമായ വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്ന് മനസ്സിലായത്. നിലവിൽ എങ്ങനെയാണ് ഈ ഹർത്താൽ പുരോഗമിക്കുന്നത് അനീഷ്? ഇന്നലെ ഈ കൊലപാതകം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് CPM ജില്ലാ ഘടകം ഇത്തരത്തിൽ ഈ കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തുള്ള 4 പഞ്ചായത്തുകളിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഹർത്താൽ പൂർണ്ണമാണ്. നിർബന്ധിച്ച് കടകളടയ്ക്കോ വാഹനങ്ങൾ ഈ ദേശീയപാതയൊക്കെ കടന്നു പോകുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നിർബന്ധിച്ച് വാഹനങ്ങൾ തടയുന്ന രീതിയൊന്നും കാണുന്നില്ല. പക്ഷേ ജനങ്ങൾ സ്വമേധയാ തന്നെ ഈ ഹർത്താലിനോട് സഹകരിക്കുന്ന കാഴ്ചയുണ്ട്. കാരണം ഈ CPMൻ്റെ പ്രാദേശിക നേതാവാണെങ്കിൽ പോലും സജീവമായി നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിരുന്ന ആളാണ്. ഈ അമ്പലത്തിൻ്റെ ആഘോഷ നടത്തിപ്പ് പോലുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായി സഹകരണം നൽകിയിരുന്നു. പാർട്ടി ഭേദമന്യേ ആളുകൾക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണ് എന്നാണ് നമുക്ക് രാവിലെ ആ നാട്ടിൽ പോയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സഹകരണം ആ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകം നടന്നപ്പോൾ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന ചില സംശയങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ വരികയും ചില CPM നേതാക്കളൊക്കെ ഇത്തരത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടാണ് പൂർണ്ണമായും പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി
പുറത്താക്കപ്പെട്ടെങ്കിൽ പോലും ഇപ്പോഴും മനസ്സുകൊണ്ട് ഒരു പാർട്ടിക്കാരനായി തന്നെ CPM-കാരനായി തന്നെ ജീവിച്ചിരുന്ന ആളാണ് ഈ പ്രതി എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിൽ ഈ പാർട്ടിക്കുള്ളിലെ ചില മൂല്യച്യുതികൾ, ഈ മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമകളായി യുവാക്കൾ മാറുന്നത് അവർ പിന്നീട് സാമൂഹ്യ വിരുദ്ധ ശക്തികളായി മാറുകയും പാർട്ടി നേതാക്കൾക്കെതിരെ തന്നെ തിരികുകയും ചെയ്യുന്ന അങ്ങേയറ്റം ഗൗരവമുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അത്തരമൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഈ കൊലപാതകത്തിന് പിന്നിലെ ചേതോ വികാരമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു കൊലപാതകമാണ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന തെളിവുകൾ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ പ്രതി നൽകുന്ന മൊഴി കൊണ്ട് മാത്രം ഒരു കൊലപാതകത്തെ നമുക്ക് പൂർണ്ണമായി പരിശോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ പിന്നിലും മറ്റ് ആളുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഈ പാർട്ടിയുമായുള്ള വിരോധത്തെ ഏതെങ്കിലും തരത്തിൽ മറ്റാളുകൾ മുതലെടുത്താണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഒരു തീർച്ചയായും അത്തരം കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് വ്യക്തിവിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പറയുന്നുണ്ട്. മറ്റേതെങ്കിലും രാഷ്ട്രീയപരമായ വിഷയമുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കണം. എന്തായാലും ക്രൂരമായ കൊലപാതകമായിരുന്നു, കരുതിക്കുട്ടിയുള്ള കൊലപാതകമായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു.